ശബരിമല സ്വർണ്ണമോഷണ കേസിൽ എ പത്മകുമാറിനും മുരാരി ബാബുവിനും ഗോവർദ്ധനും ജാമ്യമില്ല. 3 പ്രതികളുടെയും 2 ജാമ്യാപേക്ഷകളും ഹൈക്കോടതി തള്ളി. ദ്വാരപാലക പാളി, കട്ടളപ്പാളി കേസുകളിലെ ജാമ്യാപേക്ഷകളാണ് തള്ളിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ 2 കേസിലും ജാമ്യം അപേക്ഷിച്ച് ഈ പ്രതികൾ കോടതിയിലേക്ക് പോവുകയായിരുന്നോ? ആ ഹർജികളാണോ കോടതി തള്ളിയത്? അതേ ശരത്ത്, 3 പേരുടെയും ജാമ്യാപേക്ഷകളാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. നാഗ ഗോവർദ്ധനും പത്മകുമാറും മുരാരി ബാബുവും, ഈ 3 പേരുടെയും 2 കേസുകളിലെയും ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷകൾ തള്ളിയത്. നേരത്തെ ഇവർ ജാമ്യം നൽകിയ ഘട്ടത്തിൽ ഈ 3 പേരുടെയും ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 3 പേർക്കും ജാമ്യം നൽകുന്നത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും, കേസിൻ്റെ തുടരന്വേഷണത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയതായും നേരത്തെ SIT വ്യക്തമാക്കിയിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ഇവർ കൂടുതൽ സ്വർണം കവർച്ച ചെയ്യുന്നതിന് വേണ്ടി പദ്ധതിയിട്ടിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടടക്കം പരിഗണിച്ചുകൊണ്ട്, ഈ പ്രോസിക്യൂഷൻ്റെ അടക്കം വാദം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 3 പേരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.